Hello children, welcome to Kids Area Online. Onam exam 2024 STD5 Kerala Padavali exam കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം ഈസി ആയിരുന്നില്ലേ? ഈസി ആയിരുന്നു. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കാണണ്ടേ? കാണണമല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഏതൊക്കെയാണ് ഈ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ മോഡൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, ഇന്നത്തെ എക്സാമിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വായിക്കാം എഴുതാം. വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു അല്ലേ. കാട് എന്നൊരു ചെറിയൊരു കവിതയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ആൻസർ നിങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതായിരുന്നു. കാട്ടിലുണ്ട് പാട്ടു തേടും കാട്ടുപൂവിൻ മാനസം, പൂവിലുണ്ട് മൂളിയെത്തും വണ്ടു തേടും തേൻകണം, കാട്ടുവള്ളികൾ നൃത്തമാടും കാറ്റിലുണ്ട് പൂമണം, കുഞ്ഞുമൈന പാട്ടിലല്ലോ മുളകളാടും ഈണം, മാനം തേടും മാമലകൾ മഴ നനഞ്ഞാടും, ആന നരികൾ കൂട്ടമായി തേടിയെത്തും അരുവി. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ച ചോദ്യം, തേൻകണം തേടിയെത്തുന്നത് ആരായിരുന്നു? വണ്ടു തേടും തേൻകണം. വണ്ടായിരുന്നു ഉത്തരം. കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നത് ആരെ? കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നത് ആരെയാ? നോക്കിയേ, കാട്ടുപൂവിൻ മാനസം അന്വേഷിക്കുന്നത് ആരെയാണ്? ആരെയാ? ഇവിടെയുണ്ട്. കാട്ടിലുണ്ട് പാട്ടു തേടും കാട്ടുപൂവിൻ മാനസം. ആരെയാ? പാട്ടു തേടും കാട്ടുപൂവിൻ മാനസം. അപ്പൊ ആരെയാ? പാട്ടിനെ. ആരെയാ? പാട്ടിനെ. എങ്ങനെയാ? കാട്ടിലുണ്ട് പാട്ടു തേടും കാട്ടുപൂവിൻ മാനസം. കാട്ടുപൂവിൻ മാനസം കാട്ടിലുണ്ട്, പാട്ടിനെ തേടുകയാണല്ലേ. ഓക്കെ. ആരുടെ പാട്ടിലാണ് മുളകളാടുന്ന ഈണമുള്ളത്? ആരുടെ പാട്ടിലാണ് മുളകളാടുന്ന ഈണമുള്ളത്? കുഞ്ഞുമൈന പാട്ടിലല്ലോ മുളകളാടും ഈണം. കുഞ്ഞുമൈനയുടെ പാട്ടിലാണ് മുളകളാടുന്ന ഈണമുള്ളത്. മാമലകൾ മഴ നനഞ്ഞാടും എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നതെന്ത്? എവിടെയാണ്? മാമലകൾ, മാനം തേടും മാമലകൾ മഴ നനഞ്ഞാടും എന്ന് പറഞ്ഞാൽ എന്താ? വണ്ടിൻ കൂട്ടങ്ങൾ മൂളിയെത്തുന്നതാണോ? ആനനരികൾ കൂട്ടമായി എത്തുന്നതാണോ? മഴയത്ത് മാമലയിലെ മരങ്ങൾ ആടുന്നതാണോ? വണ്ട് തേടുന്നതാണോ? എന്താ? മുളകളാടും ഈണം, അത് ആദ്യത്തേത്. മാനം തേടും മാമലകൾ മഴ നനഞ്ഞാടും. ഇവിടെ ആടുന്നത് എന്താ? മരങ്ങളാണല്ലേ. അപ്പോൾ മഴയത്ത് മാമലയിലെ മരങ്ങൾ ആടുന്നതാണ് ഉത്തരം. ആനനരികൾ കൂട്ടമായി തേടിയെത്തുന്നതെന്തിനെ? ആനനരികൾ കൂട്ടമായി തേടിയെത്തും അരുവിയെ. അപ്പോൾ ഈ ഉത്തരം എല്ലാവരും, ഈ 1ാമത്തെ പ്രവർത്തനത്തിന് എല്ലാവരും ഉത്തരം കറക്റ്റായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും എഴുതിയില്ലേ? എഴുതിയായിരുന്നോ? എഴുതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2ാമത്തെ ചോദ്യം, പ്രവർത്തനം 2, സംഭാഷണം. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടമെന്ന മഴ, കൊള്ളാം ഈ മഴ കൊള്ളരുതീ മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. ഇതാരുടേതാ? കുഞ്ഞുണ്ണി മാഷിൻ്റെ മഴയെക്കുറിച്ചുള്ള കവിതയാണല്ലേ. പെയ്തിറങ്ങുന്ന മഴയോട് നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? നിങ്ങൾ മഴയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. ഇതുപോലെ കാടും മഴയും തമ്മിലുള്ള സംഭാഷണം ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മഴയും ഞാനും തമ്മിലുള്ള സംഭാഷണം. അത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അല്ലേ. ഞാൻ പറയാണ്, ഹായ് മഴയെ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ മഴ പറയുകയാണ്,
ഒന്ന് പെയ്യാൻ ഞാനും. അപ്പോൾ എന്ത് പറയാം, നിന്നെ കാണാതെ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് അറിയാവോ? അപ്പോൾ മഴ പറയും, അതെ ഞാനും അങ്ങനെ തന്നെയാണ്, നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ കൊതിയായി. അപ്പോൾ ഞാൻ ചോദിക്കാം, പിന്നെ എന്താ നീ വരാൻ വൈകിയേ? അപ്പോൾ മഴ പറയും, എൻ്റെ വരവിനെ നിങ്ങളല്ലേ തടഞ്ഞത്, മരങ്ങൾ വെട്ടി നശിപ്പിച്ചു, പുഴകൾ തോടുകൾ ഇവയൊക്കെ നികത്തി, പിന്നെ എങ്ങനെ ഞാൻ വരും? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സംഭാഷണം പൂർത്തിയാക്കാം അല്ലേ? ഓക്കെ, മഴക്കാഴ്ച തിരഞ്ഞെടുത്തെഴുതുക. ഇതിൽ മഴക്കാഴ്ച ഏതാണ്? പാടത്ത് സ്വർണ്ണവെയിൽ പരക്കുന്നു ആണോ? ആകാശത്ത് വെൺമേഘങ്ങൾ ഒഴുകുന്നു ആണോ? ഇതാണോ? ഏതാ? മുറ്റത്ത് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നു. മുറ്റത്ത് ചെറിയ അരുവികൾ അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ പോവല്ലേ, അപ്പൊ ഏതാ ശരി? കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നു. ആകാശത്ത് മഴ സമയത്ത് കാർമേഘമല്ലേ, വെൺമേഘമാണോ? അല്ല, കാർമേഘം. അപ്പൊ ഇതല്ല. അപ്പോൾ മുറ്റത്ത് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നു, ഇതാണ് ശരിയായ ഉത്തരം. ഇതും ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മഴക്കാഴ്ച, മഴക്കാഴ്ചയിൽ നമുക്കവിടെ നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ സംഭവിക്കും. അവിടെ ടീച്ചർ പറഞ്ഞു കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്ന കാര്യം പറഞ്ഞു, കുഴികളൊക്കെ വെള്ളം നിറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മിക്കുന്നുണ്ടോ? യെസ്. ഓക്കെ, പ്രവർത്തനം 3. മൂന്നാമത്തെ പ്രവർത്തനം എന്താ? ആസ്വാദനക്കുറിപ്പ്. എത്ര കിളിയുടെ പാട്ടറിയാം? പി മധുസൂദനൻ്റെതാണ്. പറഞ്ഞു നോക്കുക വെറുതെ, നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം? എത്ര മരത്തിൻ തണലറിയാം? എത്ര പുഴയുടെ കുളിരറിയാം? എത്ര പഴത്തിൻ രുചിയറിയാം? എത്ര പൂവിൻ മണമറിയാം? അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. അപ്പോൾ ഇതെന്താണ്? നിങ്ങൾ 2 പ്രാവശ്യം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നമുക്കറിയാത്ത ഒത്തിരി കിളികളുണ്ട്, മരമുണ്ട്, പുഴയുണ്ട്, പഴമുണ്ട്, പൂവുണ്ട് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നാം സംരക്ഷിക്കുക. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആസ്വാദനക്കുറിപ്പിൽ എഴുതാം. ഇതാരാണ് എഴുതിയത്? ഏത് കവിതയാണ്? അതിലെന്താണ് കവി ഉദ്ദേശിക്കുന്നത്? അതാണ് ആസ്വാദനം തയ്യാറാക്കുക. ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ആസ്വാദനക്കുറിപ്പ് എഴുതാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. എഴുതിയല്ലോ? യെസ്. പ്രവർത്തനം 4, കുറിപ്പ്. പാഠഭാഗത്ത് നിങ്ങൾ ധാരാളം കടങ്കഥകൾ പരിചയപ്പെട്ടു. കടങ്കഥകളുടെ ഭാഷയും ഒളിഞ്ഞിരിക്കുന്ന ആശയത്തിൻ്റെ ഭംഗിയും ഒക്കെ തിരിച്ചറിയുകയും ചെയ്തു. കടങ്കഥകളും അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ നിങ്ങൾക്ക് പരിചിതമായ 2 കടങ്കഥകൾ നോക്കൂ. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. എന്താ? കൺപീലി. അക്കരെ നിൽക്കുന്നു, ഇക്കരെ നിൽക്കുന്നു, കൂട്ടിമുട്ടുന്നു. എന്താ? കൺപീലി. 1000 തിരിയിട്ടു കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി. എന്താ? സൂര്യൻ. അപ്പോൾ ഈ കടങ്കഥകൾക്ക് ഇങ്ങനെ ഉത്തരം ലഭിക്കാനുള്ള കാരണം എന്തായിരിക്കും? കടങ്കഥകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരം ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ചെറിയ ചെറിയ കവിതകൾ പോലെയാണല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് അർത്ഥം? ഈ കടങ്കഥയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ അർത്ഥം വരുന്ന വിധം നമ്മൾ ചെറിയ കവിത പോലെ എന്ത് ചെയ്യുക? വേഗത്തിൽ ആ ഉത്തരം കിട്ടാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് എഴുതുന്നതാണ് കടങ്കഥ. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാലോ, 1000 തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക്. പകൽ സമയത്ത് എന്താ? 1000 തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് പോലെയാണ് സൂര്യൻ്റെ പ്രകാശം. എന്നാൽ ആ പൊൻവിളക്ക് സന്ധ്യാസമയമാകുമ്പോൾ അണഞ്ഞു പോകുന്നു. അപ്പോൾ അതാരായിരിക്കും? സൂര്യൻ. അതുപോലെ വിശദീകരിച്ചത് ഇതെങ്ങനെയാണ് ഇത് വന്നത്, ഈ ഉത്തരം എങ്ങനെ കിട്ടിയെന്ന് വിശദീകരിച്ച് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെത് എഴുതാനുള്ളതായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്താണ് ഫസ്റ്റ് പാഠപ്രവർത്തനത്തിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ? യെസ്, കടങ്കഥയുടെ പാഠപ്രവർത്തനത്തിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. നക്ഷത്രം, 1000 പുത്തിരി. അതെ, അതുപോലെ എന്ത് ചെയ്യുക? നിങ്ങളും എന്ത് ചെയ്യുക? ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഉത്തരം വിശദീകരിച്ച് എഴുതാൻ, എങ്ങനെ ഉത്തരം കിട്ടിയെന്ന് വിശദീകരിച്ച് എഴുതാനുള്ളതായിരുന്നു. കൺപീലിയും എഴുതാൻ പറ്റും. കൺപീലി മുകളിലും താഴെയുമുണ്ട്, അത് തമ്മിൽ കൂട്ടിമുട്ടുന്നു. അതാണ് കൺപീലി. നമുക്ക് വിശദീകരിച്ച് എന്ത് ചെയ്യാം? എഴുതാം. അടുത്ത് നോക്കാം, പ്രവർത്തനം 5, ജീവചരിത്രക്കുറിപ്പ്. ഇന്നലെ ടീച്ചർ പദസൂര്യയിൽ എന്താ ബഷീറിന്റെ ബാപ്പയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണല്ലോ. ഇവിടെ ബഷീറിനെ കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് എഴുതാനായിരുന്നു.
ഇതിൽ നോക്കിയേ, ഇവിടെ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ജനനം എന്നാണ്, മരണം എന്നാണ്, ശബ്ദങ്ങൾ, ആനപ്പൂട, ഭൂമിയുടെ അവകാശികൾ, ബാല്യകാലസഖി, നീലവെളിച്ചം, മതിലുകൾ, പാത്തുമ്മയുടെ ആട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു, കണ്ടെത്തി ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് കഴിയുമായിരുന്നു. എല്ലാവരും എഴുതിയില്ലേ? വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് ബന്ധപ്പെട്ടത് എന്താ? പൊതിച്ചോറാണോ, ആകാശം മിഠായിനോ, റിക്ഷക്കാരൻ പപ്പുവാണോ? യെസ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രവർത്തനം 6 വിവരണം എഴുതുക എന്നുള്ളതായിരുന്നു. വീട്ടിലോ വിദ്യാലയത്തിലോ യാത്രകൾക്കിടയിലോ നിങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാകും. പല നിറത്തിലുള്ള പൂക്കളും ശലഭങ്ങളും കിളികളും ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുമുണ്ടാകും. നിങ്ങൾ കണ്ട ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നിങ്ങൾ എവിടെ പോയപ്പോൾ എങ്ങനത്തെ പൂന്തോട്ടം കണ്ടു, അതിൻ്റെ ചുറ്റുപാട് എങ്ങനെയായിരുന്നു, അതിന് വേലിയുണ്ടോ, അവിടെ തടാകമുണ്ടോ, അവിടെ എന്തൊക്കെ നിങ്ങൾ കണ്ടു, പൂക്കളുണ്ടോ, ശലഭങ്ങളുണ്ടോ, എങ്ങനെയുള്ള പൂക്കളൊക്കെ കണ്ടു, അവിടെ ഏതൊക്കെ കിളികൾ വന്നു, നിങ്ങളത് എങ്ങനെ ഇഷ്ടപ്പെട്ടു, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വിവരണത്തിൽ ഉൾപ്പെടുത്താമായിരുന്നു. അതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും, എക്സാം നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാകും. ഒരു നാട്ടുപൂവിൻ്റെ പേരെഴുതുക. ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചായിരുന്നു. എന്താ? സുഗന്ധം കുറഞ്ഞ, ആർഭാടം കുറഞ്ഞ, എന്താണ് ആർഭാടം കുറഞ്ഞ പൂക്കൾ തല താഴ്ത്തി നിൽക്കുമ്പോൾ ആർഭാടമുള്ള പൂക്കൾ തല ഉയർത്തി നിൽക്കും. നല്ല നിറവും വലുപ്പവുമുള്ള വലിയ പൂക്കൾ തല ഉയർത്തി നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു നാട്ടുപൂവിൻ്റെ പേര് എന്താണ്? മുക്കുറ്റി. നമ്മൾ ആ ടീച്ചർ ഇന്നലെ ആദ്യം പഠിപ്പിച്ചു പൂക്കളുടെ പേരുകൾ. മുക്കുറ്റി ഒരു നാട്ടുപൂവാണ്, നമ്മുടെ നാട്ടിലുള്ള സാധാരണ പൂവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ലതുപോലെ ആൻസർ എഴുതിയിട്ടുണ്ടാകും. ഫുൾ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഓക്കെ, children, bye bye, thank you.